എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ വെച്ചിട്ട് നല്ല ഹെൽത്തി സലാഡ്. അപ്പോൾ സലാഡായിട്ട് നമുക്ക് കഴിക്കാം, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ പനീറായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രോസണൊക്കെ ഒന്ന് പോയിട്ട് ഇച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് കിട്ടണം നല്ല ചെറുത് കിട്ടും, എന്നാലും ഞാനിതാണ് വാങ്ങിക്കാറ്. ഇതിനധികം ഉറയൊന്നുമില്ല. 2 വലിയ അല്ലി ആയാലും ഇതിന് ഒരുപാട് ഉറയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞ് അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലിയൊക്കെ എടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം ഞാൻ എന്നിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ഓയിലിൽ വേണേലും ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് റെഡ് ക്യാപ്സിക്കം, അതുപോലെ ബ്രോക്കോളി, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുത്തത് ഇടുമ്പോഴത്തേക്ക് തന്നെ അത് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ചതച്ചിട്ട കാരണം. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇനി ഒരു സവോളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് ഒരു സലാഡ് പരുവായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇച്ചിരി വലുതാക്കിയിട്ട് തന്നെ സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം. കാരണം ക്യാരറ്റ് ഇച്ചിരി കട്ടിയുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുമെങ്കിൽ നമ്മളിങ്ങനെ വേവിച്ച സലാഡ് കഴിക്കുമ്പോൾ നമുക്ക് പച്ച കഴിക്കണത് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. കാരണം ബാക്കി വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വേവണ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് റെഡോ യെല്ലോയോ ഗ്രീനോ ഏതൊക്കെ വേണേലും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ റെഡാണ് ഉണ്ടായിരുന്നത്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുറച്ച് ബ്രോക്കോലി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മുഴച്ച് നിൽക്കുന്ന ടേസ്റ്റ് ഇല്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എരിവുള്ളതും ഒരു പച്ചമുളക് എരിവില്ലാത്തതുമാണ്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റും പ്രത്യേകം നിന്നോളും, ഒരുപാട് എരിവും ഉണ്ടാവത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വേവിക്കുകയും വേണ്ട, എന്നാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേകുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം. പ്രത്യേകിച്ച് ഇതിനെ കൂർക്ക, അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനത്തെ ചേർക്കാതിരിക്കണയായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ കൂർക്ക അല്ലെങ്കിൽ പൊട്ടറ്റോ അതൊക്കെ ചേർക്കാണ്ടിരിക്കണയായിരിക്കും നല്ലത്. ചേർത്തുന്നോർത്തും കുഴപ്പമില്ല, എന്നാലും അത് ചേർക്കാതിരിക്കുമ്പോൾ ഇങ്ങനത്തെ വെജിറ്റബിൾസിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് തുറന്നു നോക്കി, ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കും ഒന്ന് വെന്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കി. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്ക് എന്തോരം കുക്കാവണം അതിൻ്റെ ഒരു 75% കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് നമ്മൾ കറി വെക്കുന്ന പോലെ കുക്കായി പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ പനീർ ഇട്ടിട്ടും കൂടെ നമുക്കൊന്ന് കുക്കാക്കേണ്ടതാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ
വെജിറ്റബിളിൻ്റെ വേവ് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പനീറിലെ വെള്ളമൊക്കെ ഞാൻ മാറ്റി വെള്ളമില്ലാതെ ഇതിലേക്ക് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പനീർ നമ്മൾ ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇളക്കിയാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. കാരണം നമ്മളത് ഫ്രൈ ഒന്നും ചെയ്യാത്തത് കാരണം ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇടയ്ക്ക് കഴിക്കാറുള്ള സലാഡാട്ടോ. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആകുമായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പുട്ട്, പയറുകറി, ഇടിയപ്പം, മുട്ടക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുമായി. ഇപ്പം നമുക്ക് ഉച്ചക്കത്തെയൊക്കെ ഭക്ഷണം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കുകയും ചെയ്യാം. പെട്ടെന്ന് ഇതുണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും കഴിക്കുന്നതാണ്. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് ഇളക്കരുത്, പതുക്കെ വേണം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പനീർ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇതിങ്ങനെ വെളുത്തിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ചേർത്താൽ മതി, നമുക്ക് ജസ്റ്റ് ആ വെളുത്ത കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒരു മിനിറ്റ് അത്രയും മതി. നമുക്ക് ആ പനീർ ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. പനീർ ജസ്റ്റ് ഒന്ന് ആ എണ്ണയും ഈ വെജിറ്റബിളിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒന്ന് കയറിയിട്ട് ഒന്ന് ആവി ഒന്ന് അതിലേക്ക് വന്നാൽ മതി. അപ്പോഴത്തേക്കും പരുവത്തിനിരുന്നോളും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി ഒരാവി കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറിയാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂടി ഒന്ന് ശകലം ഒന്ന് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കൂടുതൽ വെള്ളം വീഴാതിരുന്നോളും. അപ്പോൾ നമുക്കിതിന് അധികം വെള്ളം ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ശകലം വെള്ളം കാണും. കാരണം ആ പനീറിലുള്ള വെള്ളം കുറച്ചൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് തുറന്ന് വെച്ച് ഇളക്കി ഒന്നിങ്ങനെ തുറന്നൊന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതൊരു ഒരു അര മിനിറ്റൊക്കെ വെച്ചാൽ മതി. അന്നേരത്തേക്കും അത് പെട്ടെന്ന് വറ്റി വന്നോളും. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ ഒരു ശകലം വാട്ടറി ആയിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പനീർ സലാഡ് ഇവിടെ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ഹെവിയുമാണ്. കാരണം പനീർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം വിശക്കാണ്ട് വരുന്നോളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ള് ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഒരു സ്മെല്ലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നോർത്ത് കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് മിക്കവാറും ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു സലാഡാണ്. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളും ഒരു ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ്, നിങ്ങളുടെ വെയിറ്റൊക്കെ ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള വെയിറ്റൊക്കെ കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഡിന്നറിനുമൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.